അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടൊരു അഫ്ഗാനി ചിക്കൻ തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചിക്കൻ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ഡിന്നറിനും പാർട്ടിക്കും അതുപോലെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം സവാളയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് വലിയൊരു ബൗൾ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെള്ളവും 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ ഇല ഉണക്കി എടുക്കുന്നതാണ് കേട്ടോ കസൂരി മേത്തി എന്ന് പറയുന്നത്. അതുകൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചാറ്റ് മസാലയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീരൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് മീഡിയം സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സാധാരണ തന്തൂരി ചിക്കൻ തയ്യാറാക്കുന്ന മാതിരി വലുതായിട്ട് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്നങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഓയിലൊന്നൊഴിച്ച് അടച്ചങ്ങ് വെക്കാം. ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഈ സ്മോക്കി ഫ്ലേവറൊക്കെ ചിക്കനിൽ പിടിച്ച് നല്ല ഒരു മണമൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് കുക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം 1 മണിക്കൂറായിട്ടുണ്ട്. കണ്ടില്ലേ, ചാർക്കോളിൻ്റെ എല്ലാ ഫ്ലെയിമും ഒക്കെ മാറി ഇപ്പോൾ ആ സ്മോക്കി ഫ്ലേവറൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ പറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒരുമിച്ച് ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് പാത്രത്തിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ അതുപോലെ ചെയ്യണം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നിങ്ങനെ അങ്ങ് തിരിച്ച് വെച്ച് കൊടുക്കാം എല്ലാ കഷ്ണങ്ങളും. അപ്പോൾ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ ചിക്കനിലെ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലെ ബാക്കി മസാല കൂടി ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ആ പാത്രം തന്നെ കഴുകി ഒന്നങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നങ്ങ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. കണ്ടില്ലേ, ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി തിക്കാക്കിയാണ് എടുക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, ഗ്രേവി കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഹംനൂസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്